ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ സൺഡേ എനിക്ക് മലയാളം ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. മലയാളം മിഷൻ്റെ ടീച്ചറാണ്. അപ്പോൾ ആർ നഗറിലാണ് മലയാളം ക്ലാസ് നടക്കുന്നത്. അപ്പോൾ അവിടെ പോയി തിരികെ വന്നപ്പോൾ വൈഷ്ണവിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അങ്ങനെ നമ്മളവിടെ ഒരു മദ്രാസ് കഫേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി മസാല ദോശ കഴിച്ചു കേട്ടോ. ഇന്ന് കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഭയങ്കര പാറ്റ ശല്യമായിരുന്നു. എല്ലാ റൂമിലും പാറ്റ വരും, കബോർഡിലും കിച്ചൺ കബോർഡിലൊക്കെ. അപ്പോൾ നമ്മൾ ഹിറ്റൊക്കെ അടിച്ച് നോക്കി, പക്ഷേ യാതൊരു ഫലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാത്രങ്ങളിലൊക്കെ കയറുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, വൃത്തിയല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഏജൻസീനെ വിളിച്ച് അവർ കെമിക്കൽ സ്പ്രേ ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാട്ടോ അവർ വന്നേ. അപ്പോൾ അവർ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടേക്കുന്നത്, അതാണ് കുക്കിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് നമ്മൾ മേടിച്ച് വീട്ടിൽ കഴിക്കുകയെ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ആർ നഗറിന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മസാല ദോശ കഴിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ മാങ്ങകൾ, ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ ബാംഗ്ലൂർ. ഇഷ്ടംമാരെ മാങ്ങ, എവിടെ തിരിഞ്ഞു നോക്കിയാലും മാങ്ങക്കടയേ ഉള്ളൂ. അത് പല വെറൈറ്റി മാങ്ങ, ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാവും കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 3 വെറൈറ്റി മാങ്ങ എടുത്തു കേട്ടോ. അപ്പോൾ ജിജോ കടക്കാരനോട് ചോദിക്കണ്ടായിരുന്നു ഇതിൽ വിഷം അടിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ വിഷമടിക്കാത്ത ഫ്രൂട്ട്സ് ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടാൻ വഴിയില്ല. അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കണം, അല്ലാണ്ടൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് 3 വെറൈറ്റി മാങ്ങ മേടിച്ച് നമ്മൾ തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് ക്ലബ് ഹൗസിൽ നമുക്ക് ഇന്നൊരു ജയ്പൂർ കോട്ടൻ്റെ സെയിൽ നടപ്പുണ്ടായിരുന്നു. രാവിലെ തുടങ്ങിയതാണ്, പക്ഷേ നമുക്ക് വൈകുന്നേരമാണ് സമയം കിട്ടിയത്. അപ്പോൾ ഷാനിയും യാഷിനും കൂടി വന്ന് നമ്മുടെ കൂടെ ക്ലബ് ഹൗസിൽ പോകുക. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ രാധേനെ കണ്ട് വർത്താനം പറഞ്ഞു. ദൃശ്യ, പാർവതി, അവരമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞു ഇന്ന്. അത് കഴിഞ്ഞ് ക്ലബ് ഹൗസിലേക്ക് പോയിട്ടോ. ക്ലബ് ഹൗസിലായിരുന്നു ഈ സെയിൽ നടക്കണേ. വൈഷ്ണവ് ഫ്രണ്ടും കൂടി അവിടെ കളിക്കുക കേട്ടോ. സെയിൽ നടക്കുന്നിടത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അധികം കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ ആദ്യം വന്നവരൊക്കെ കുറേ എടുത്തു കൊണ്ടുപോയി കേട്ടോ. എന്തായാലും ചെന്നതല്ലേ എന്നോർത്തു. പിന്നെ കണ്ടപ്പോൾ നല്ല കോട്ടൺ തുണിയാണ്, മെറ്റീരിയൽ നല്ല കോട്ടനാന്ന് തോന്നി. അങ്ങനെ ഒരു 2-3 ബെഡ്ഷീറ്റും വിസ്മയ്ക്ക് പറ്റിയ 2 ടോപ്പും എടുത്തു. വിസ്മയ്ക്ക് ഇപ്പോൾ കോളേജിൽ ഇട്ടുകൊണ്ട് പോകാൻ ഡെയിലി വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2 എടുത്തു. അപ്പോൾ അങ്ങനെ എനിക്കിട്ടൊക്കെ നോക്കി, പക്ഷെ എൻ്റെ സൈസിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ആ ബെഡ്ഷീറ്റും ടോപ്പും, ഇത് സ്വിമ്മിങ് പൂളാണ് അവിടുത്തെ, അങ്ങനെ അത് മേടിച്ച് തിരിച്ചു പോന്നു.